Mr. Joy, your mother has been on the ventilator for quite some time now. Dr. Ram, maybe you could explain to both of them their options. Dr. Steve, if you may, let me talk to them in our language. Sure, please, go ahead. അമ്മയെ വെന്റിലേറ്ററിലാക്കിയിട്ട് ഇന്നേക്ക് ഏതാണ്ട് 9 ദിവസമായി. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഒരു പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലിടുന്നതിനും പരിമിതികളില്ലേ. നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ ട്രെക്കോട്ടമി ചെയ്യുക എന്നുള്ളതാണ്. അതായത് പേഷ്യൻറ്റിൻ്റെ കഴുത്തിലൂടെ ഒരു ചെറിയ ഹോളുണ്ടാക്കി അതിലൂടെ ട്യൂബ് കടത്തി ആർട്ടിഫിഷ്യൽ ബ്രീത്ത് ചെയ്യാനുള്ള മെക്കാനിസം. കഴുത്തിൽ ഹോളുണ്ടാക്കാന്നൊക്കെ പറഞ്ഞ വെൽ, സത്യത്തിൽ ഇറ്റ്സ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ, നോട്ട് അറ്റ് ഓൾ. പക്ഷേ അമ്മയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സും കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള എല്ലാ ഓപ്ഷൻസും ട്രൈ ചെയ്യുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വാട്ട് ആർ ദി അതർ ഓപ്ഷൻസ്? വെൽ, പിന്നെ ഉള്ളത് അമ്മയെ വെന്റിലേറ്ററിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. വെന്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്താൽ അമ്മയുടെ ബ്രീത്തിങ്? വെൽ, ലങ്സ് മിറാക്കുലസ് ആയി പ്രവർത്തിക്കുകയും നോർമൽ ബ്രീത്തിങ് വീണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ള കേസസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ ഇപ്പോഴത്തെ ഹാർട്ട് കണ്ടീഷനും കിഡ്നി ഫങ്ഷനിങ്ങും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഐ എം സോറി, ഐ വോണ്ട് ബെറ്റ് ഓൺ ഇറ്റ്. ട്രക്കോട്ടമി കൊണ്ടും എന്തുമാത്രം പ്രയോജനമുണ്ടെന്ന്, അതും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. I don't know if you want to put her through the pain. You see, in her current condition, as her sons, I'm afraid you're going to have to make the decision for her. I know that's not easy, but time really isn't on our side. So if there's anything we can do to help, advice or anything like that, then we're here for you, okay? Thank you, doctor. Thank you. Shruti, you know what? ഞാൻ രാമിൻ്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് കണ്ടുപിടിച്ചു. Congratulations. Wow, great CID work. CID ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ഒരു ചിന്ന ക്യൂരിയോസിറ്റി, അവളതാണ്. You know what the best part is? രാമിനെ ഫോളോ ചെയ്ത് ഞാൻ സിറ്റി നിറയെ ട്രാവൽ பண்ணிட்டேன். അത് എനിക്കൊരു കോൺഫിഡൻസ് തന്നത്. എന്നാലേ എല്ലാം മുടിയും എന്നൊരു ബിലീഫ്. That's really good. നീ சொன்னது சரியா ശ്രുതി. വീട്ടിലിരുന്ന് ഓരോന്ന് തിങ്ക് ചെയ്ത് എൻ്റെ മൈൻഡേ കെട്ടിടിച്ചു. You know, I really don't care. രാമോட സീക്രട്ട് ഏതായാലും എനിക്കത് ഫേസ് பண்ணுறதுக்கு ஒரு கான்ஃபிடன்ஸ் கிடைச்சிருக்கு. I feel empowered. ചിന്മി, അമ്മച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? 24 മണിക്കൂറിനകം ഒരു ഡിസിഷൻ എടുക്കണമെന്നാണ് ഡോക്ടർ സ്റ്റീവ് പറഞ്ഞിരിക്കുന്നത്. അതെ, എത്ര കാലം അറിയാതെ ഇങ്ങനെ കിടത്തിയിട്ട്. ട്രക്കോട്ടമി ചെയ്യുക എന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയില്ല. ആ പാവത്തിനെ ഇങ്ങനെയിട്ട് കിടത്തണം. എന്താ നിൻ്റെ അഭിപ്രായം? അതിപ്പോൾ ഞാൻ എന്നാ പറയാനാണ്? സാലി ചേച്ചിയോട് ചോദിച്ചു. ആരോട് ചോദിച്ചാലും നമ്മളല്ലേ തീരുമാനം എടുക്കേണ്ടത്. Hello, Stacy. Yeah, I'm coming in 2 minutes. I'm just outside the work. Okay, see you there. Bye. അച്ചാച്ചോ, വർക്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അത്യാവശ്യമായി പോകണം. അപ്പം അമ്മച്ചിയുടെ കാര്യം? അത് അച്ചാച്ചൻ തന്നെ തീരുമാനമെടുത്താൽ മതി. Hey, looking nice. So, are you ready? Yeah. എന്തായാലും ഐപാഡ് കൊണ്ടുവന്നാൽ നന്നായി. എൻ്റെ കുറച്ച് കോളേജ് പിക്ചേഴ്സ് നെറ്റിലുണ്ട്. ഈ ലണ്ടനിൽ കിട്ടാത്ത തൃശ്ശൂർ കിട്ടുമെന്ന് നോക്കണമല്ലോ. സത്യം പറയാലോ,
ഇവിടെ കടനേക്കാൾ നല്ല കുട്ടികൾ എൻ്റെ കോളേജിലുണ്ട് കേട്ടോ. പിന്നെ ഈ കാലം വയറും കാണിച്ച് നടക്കില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ അവർക്ക്. ഇനിയിപ്പോൾ അതിൽ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എത്ര മലയാളി മാട്രിമോണി സൈറ്റ്സ് ഉണ്ട്, അതിൽ നിന്നൊരു കുട്ടിയെ കണ്ടുപിടിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. ഓക്കെ. ജിമ്മി എന്ത് പറഞ്ഞു? ജിമ്മി എന്തോന്ന് പറയാൻ, നിങ്ങൾ അറിവും പ്രായമുള്ളവർ തീരുമാനിച്ചോളൂ. എന്തായാലും അവന് പ്രശ്നമില്ലെന്ന്. അല്ലെങ്കിലും ഒരിക്കലും അവനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും ഞാൻ അമ്മച്ചിയോട് ചോദിച്ചിട്ടേ എടുത്തിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ ഈ തീരുമാനം മാത്രം അമ്മച്ചി എനിക്ക് വിട്ടെന്ന് എന്നാത്തിനാ? ഇനി അമ്മച്ചിയായിട്ട് കഷ്ടപ്പെടുന്നത് ശരിയല്ല. ജീവിതം മുഴുവൻ പാവം കിടന്ന് ബുദ്ധിമുട്ടുന്നതേ കണ്ടിട്ടുള്ളൂ. പോകുമ്പോഴെങ്കിലും വേദനയില്ലാതെ പൊക്കോട്ടെ. നീ ഡോക്ടറോട് വെന്റിലേറ്റർ റിമൂവ് ചെയ്യാൻ പറഞ്ഞേക്ക്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. എല്ലാം നീ പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ മതി. ഞാനൊന്ന് വീട് വരെ പോയിച്ചു വരാം. ഒന്ന് കുളിക്കണം.